നാടൻ കൊണ്ടാട്ടമുളക് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് ഇത്തിരി ഉപ്പിലിട്ട് വെക്കുന്നത് എനിക്ക് പതിവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് കൊണ്ടാട്ടം ഞാൻ ഉപ്പിലിട്ട്, അതേപോലെ തന്നെ കുറച്ച് അച്ചാറിട്ട്. അപ്പോൾ അച്ചാറിട്ടതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമുള്ള ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉപ്പിലിടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു പിടി മുളകാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഏകദേശം ഒരു 1/4 കിലോ മുളകുള്ളൂ കേട്ടോ. അത് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ കഴുകിയെടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 കൈ കൊണ്ടും നല്ലപോലെ ഞരടി തന്നെ കഴുകണം. ഒരു പ്രാവശ്യമൊന്നും പോരാ, 4-5 പ്രാവശ്യം കഴുകണം. കാരണം ഈ മുളകിൽ കുറേ ചീഞ്ഞതുണ്ടാവും, പിന്നെ ഇല ചീഞ്ഞിട്ട് അത് ഇതിൽ കിടക്കുന്നുണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് വേർതിരിച്ചെടുക്കുകയൊക്കെ വേണം. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഇതിൽ അഴുക്കുകളും പൊടികളും ഇലകളൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൽ എഴുന്ന് ഊറ്റി നമുക്കൊരു അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. നമ്മൾ വിചാരിക്കും ഉപ്പിലിടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ശരിയായിട്ടുള്ള ഉപ്പിലിടുക പറയുന്നത് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ സംസാരിക്കുന്ന ഇടയിൽ തന്നെ ഞാനിതൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തൊന്ന് മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് പോരാന്നാണ് ശരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞെട്ടോട് കൂടെ തന്നെ ഇട്ടാലാണ് ഇത്തിരിയും കൂടി രസം കേട്ടോ. ചില ആൾക്കാർ ഞെട്ട് പൊളിച്ചിട്ടൊക്കെ ഇടാറുണ്ട്. ഞാൻ ഞെട്ടോട് തന്നെ കൂടെ തന്നെ ചെയ്യും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം മാറ്റാൻ വെക്കണം. ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ ഒന്ന് നിരത്തി വെക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മീതേക്ക് അതൊന്ന് അമർത്തി വെച്ച ശേഷം, അല്ലെങ്കിൽ ഒന്ന് നിവർത്തി വെച്ചിട്ട് അതിന് മീതേക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് അമർത്തി വെള്ളം മാറ്റി എടുക്കി കളയാം. അല്ല ഇതല്ലാതെ വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ചിലപ്പോൾ പൊട്ടി, അത് ഭയങ്കരമായിട്ട് വെള്ളം കൊള്ളുമ്പോൾ അത് പൊട്ടി ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റാത്തവർക്ക്, താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേറൊരു വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഏകദേശം എൻ്റെ വെള്ളമൊക്കെ പറ്റിയായിരുന്നു. ഒരു 10-15 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായി വിട്ടല്ലേ. വെയിലത്ത് വെക്കരുത് കേട്ടോ. ഞാൻ പറയാൻ വന്നത് തെറ്റിപ്പോയതാണ്. വെയിലത്ത് വെക്കരുത്. നമ്മൾ സാധാ പോലെ തന്നെ ടിഷ്യൂ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിലും കൂടി നമുക്ക് ഉണക്കാം കേട്ടോ. അതും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരു നല്ല ഉണങ്ങിയ തോർത്തുണ്ടല്ലോ, അതിലേക്ക് ഇത് വെച്ചിട്ട് നല്ലപോലെ ഇതേപോലെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല പോലെ വെള്ളം അത് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ലെവലിൽ നമുക്ക് ഈ ഒരു മുളക് കിട്ടുമേ. അപ്പോൾ അതേ നോക്കി, ഒരു തരി പോലും വെള്ളമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപ്പിലിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ഇതിൽ ചില ചുമന്ന മുളകുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പച്ചമുളകുകൾ മാത്രം എടുത്തിട്ട് ചെയ്ത്, അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു നല്ലൊരു അത്യാവശ്യം വലിയൊരു കുപ്പിയാണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുപ്പി ചില്ലുകുപ്പിയിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ മൂടി നല്ലപോലെ മുറുകിയിരിക്കണ കുപ്പി ആകുന്നതായിരിക്കും ഇത്തിരിയും കൂടി നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പം നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് നല്ലപോലെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ വെള്ളം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ആ ഗ്ലാസിൻ്റെ പകുതി വിനാഗിരിയാണ് ഒഴിക്കേണ്ടത്. 2 ഗ്ലാസ്സിന് 1 ഗ്ലാസ് പകുതി വിനാഗിരി എന്നാണ് കണക്ക് കേട്ടോ. പിന്നെ 2 വലിയ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇളക്കി നിന്ന് ആ ഒരു ഉപ്പ് നല്ലപോലെ മെൽറ്റാക്കി എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി തന്നെ വേണം. ഇനി ഉപ്പ് കിടന്നോട്ടെ അങ്ങനെ വിചാരിക്കണം, നല്ലപോലെ ഇളക്കി തന്നെ ശരിയാക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറേശ്ശെ മുളക് എടുത്ത് ഇടുകയാണ് കേട്ടോ. ഇത്തിരി ടൈം എടുത്തോട്ടെ, എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുളക് ഉപ്പിലിട്ടത് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇത് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നിറയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിൽ ചേർക്കാം. അതും തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്.
എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നപോലെ ഇളക്കിയിട്ട് ഇതിന് മീതേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ പാകത്തിനാണ്. അപ്പോൾ എൻ്റെ അളവായിരിക്കില്ല നിങ്ങൾ എടുക്കുന്ന അളവ്, അപ്പോൾ നിങ്ങൾ എൻ്റെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു തുണ്ട് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിക്കും എന്താ ഈ ഉപ്പിലിട്ടത് ഇങ്ങനെ പൊങ്ങി കിടക്കണേന്ന്. വേറെ ഒന്നുമല്ല, ഇത് ഫില്ലാക്കി ഇടാനുള്ള അത്ര മുളക് നമുക്കിതിലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പൊങ്ങി നിന്നത്. പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അതും ഇതിനൊരു ഇങ്ങനെ ഒരു ഇതായി കിടക്കാനായിട്ട് കാരണമാണ്. ഇതെനിക്ക് കേട്ടറിവുള്ളൂ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് നല്ലൊരു ഉപ്പിലിട്ടത് കിട്ടുള്ളൂ എന്ന് അറിയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെയ്യുന്നതാണ്. ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല ടേസ്റ്റ് കൊണ്ട് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച്. പൂക്കലോ അങ്ങനെ ഒന്നുമില്ല. അപ്പം നല്ല പോലെ ഒരുപാട് നാൾ ഇരിക്കും നമുക്ക്. പിന്നെ ഈ ഉപ്പിലിട്ടതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ടാണ് അത് തിന്നാൻ പാടുള്ളൂ. എന്നാലാണ് അതിന് ശരിയായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളത് എടുത്തേക്കണതാണ് കേട്ടോ. അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ഉപ്പ് പിടിച്ച് വന്നിട്ടൊന്നുമില്ല. കളറൊക്കെ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അങ്ങോട്ട് ഉപ്പ് പിടിച്ച് വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒന്നും എടുത്ത് ഇളക്കാനൊന്നും പാടില്ല. പക്ഷെ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് മാത്രം ഒന്ന് ഇളക്കി കാണിക്കുന്നതാണ്, ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി. മുളക് മാത്രമല്ല, എന്ത് ഉപ്പിലിടാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിയായ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കല്ലേ.